ചേട്ടാ നമസ്കാരം. ചേട്ടാ ഈ IAS സ്ഥിരമായിട്ട് ഗുസ്തി പിടിക്കുക എന്നുള്ളത് ഭരിക്കുന്ന സർക്കാരുകൾക്ക് അല്ലെങ്കിൽ അതിലെ മന്ത്രിമാർക്ക് MLA മാർക്കൊക്കെ പൊതുവേ ഉള്ളൊരു ശീലമാണ്. നമ്മൾ കേരളത്തിൽ അങ്ങനെ പല ഗുസ്തികളും കണ്ടവരാണ്. IASകാരും മന്ത്രിമാരും അല്ലെങ്കിൽ IASകാരും MLA മാരും ഒക്കെ തമ്മിൽ. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പുതിയ ഒരു കഥയിലെ കഥാപാത്രം. അദ്ദേഹത്തെ എല്ലാവരും അറിയുന്ന ആളാണ്. ബി അശോക്, വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. ഡോക്ടർ ബി അശോക്. അദ്ദേഹം നമ്മുടെ IAS അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെയാണ് അദ്ദേഹം. വളരെ കഴിവുറ്റ ഉദ്യോഗസ്ഥനാണ്. നേരത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തലപ്പത്തൊക്കെ ഇരുന്ന ആളാണ്. വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത ആളാണ്. നല്ല ഭരണതന്ത്രജ്ഞനാണ്, ഭരണ നിപുണനാണ്, നല്ല അറിവുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ കേൾക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ താരതമ്യേന വലിയ പണിയൊന്നും ഇല്ലാത്തൊരു പോസ്റ്റിലേക്ക് സർക്കാർ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ മാറ്റി എന്നാണ് ഞാൻ അറിഞ്ഞത്. തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ ചെയർമാനായിട്ട് ഈ പറഞ്ഞതുപോലെ ഡോക്ടർ ബി അശോകിനെ മാറ്റി സർക്കാർ എന്നാണ് കിട്ടുന്ന വിവരം. അത് സത്യത്തിൽ അദ്ദേഹത്തെ ഒതുക്കാനാണോ? അത് എന്താ ഇതിൻ്റെ ഉദ്ദേശം? തീർച്ചയായിട്ടും അതൊരു ഒതുക്കൽ ആണെന്ന് അദ്ദേഹം കരുതുന്നു എന്തായാലും. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഈ കാര്യപ്രാപ്തിയുള്ള ചിലരുണ്ട്. എന്ന് വെച്ചാൽ വലിയ വിഷനുള്ള, നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന, തങ്ങളുടെ ശേഷി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കുറേ പേരുണ്ട്. പലരും തീർച്ചയായിട്ടും ഈ ഭരണതലത്തിൽ തീരുമാനങ്ങളും നയമെടുക്കേണ്ടത് മന്ത്രിസഭയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇവരാണ്, ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു തീർച്ചയായിട്ടും സമരസപ്പെട്ടു പോയേ മതിയാകുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് ഈ തീരുമാനങ്ങളെ എടുക്കുന്നത് ഇംപ്ലിമെൻറ്റേഷൻ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അത് ഭരണകൂടത്തിന് നല്ലതല്ല. അങ്ങനെ പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പലപ്പോഴും ഒതുക്കപ്പെട്ട, അത് അവരുടെ ചിലരുടെ ഓവർ എന്തൂസിയാസമാകാം, ചിലരുടെയൊക്കെ. ഇപ്പം നമുക്കറിയാം രാജു നാരായണസ്വാമിയൊക്കെ IAS ഫസ്റ്റ് റാങ്കോടുകൂടി ഇതൊരു സമർത്ഥനായിട്ട് സാമർത്ഥ്യം തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹമൊക്കെ വളരെ വല്ലാതെ ഒതുക്കപ്പെടുകയും വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യപ്പെട്ടു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒരു പരിധിവരെ ഭരണകൂടത്തിന്റെ നയത്തിന് വിധേയനായിട്ട് മുമ്പോട്ട് പോയെങ്കിലേ പറ്റൂ എന്നുള്ളത്. അല്ല, ഇവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കോംപ്രമൈസും വേണം. ഇല്ലെങ്കിൽ ഭരണം ഡോക്ടർ അശോകിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അദ്ദേഹം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ പ്രശാന്ത് കൃത്യമായിട്ട് പറഞ്ഞില്ല, അയാൾ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം എപ്പോഴും അങ്ങനെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചുമതലകളിലും പരിഷ്കാരങ്ങൾ വരുത്താനും മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു കുടുക്കിലകപ്പെട്ട പോലെ അവസ്ഥയിലാണ് സത്യത്തിൽ ഇപ്പോൾ. കാരണം അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കൃഷി വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ വരെ പദവിയൊക്കെ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അദ്ദേഹത്തെ ഈ തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചത് ഒന്നിലേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, ഒന്നിലേറെ ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ IAS കേഡറിന് പുറത്തുള്ള ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുമ്പോൾ അത് ഈ പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ, കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ അനുമതി അക്കാര്യത്തിൽ വാങ്ങിച്ചിരിക്കണം എന്ന ഒരു വളരെ കൃത്യമായ അങ്ങനെ ഒരു ചട്ടമുണ്ട്. അപ്പം സർക്കാർ അത് പാലിച്ചിട്ടില്ല. അങ്ങനെ ആ അനുമതി കൂടാതെയാണ് ഇദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ ചെയർമാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ പണ്ട് അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പോലുള്ള അതിനകത്ത് വലിയ കാര്യമൊന്നും അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അധികാരമില്ലാത്ത ഒരു പദവി. അപ്പം അതിനെപ്പറ്റി പിന്നെ വിശദീകരണങ്ങളൊക്കെ കിട്ടും. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്കറിയാം. ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അതുകൊണ്ട് തന്നെ അത് അത്ര ഒരു അഭികാമ്യ പദവിയല്ല. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കാര്യമാണ്. കേന്ദ്ര പേഴ്സണൽ അവരെ അത്തരത്തിലുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരാളിനെ അത്തരത്തിലുള്ള ഒരു കഴിവുള്ള ഉദ്യോഗസ്ഥരെ അങ്ങനെ കേഡറിന് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് നിയമിക്കുമ്പോൾ, IAS കേഡറിൻ്റെ ഇതിൽ വരാത്ത ഒരു തസ്തികയിലേക്ക് നിയമിക്കുമ്പോൾ അനുമതി വാങ്ങിച്ചിരിക്കണം എന്നുള്ളൊരു സാമാന്യ കാര്യമുണ്ട്. അത് ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നുള്ളത്, IAS കേഡറിന് പുറത്തുള്ള ഒരു പദവിയിലേക്ക് പോകുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ തന്നെ മുൻകൂർ സമ്മതി വാങ്ങിച്ചിരിക്കണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് നിലവിൽ. സുപ്രീം കോടതിയുടെ അത്ര ഉത്തരവ് സർക്കാർ പണ്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു വസ്തുത, ഇപ്പോൾ TP സെൻകുമാറിൻ്റെ ഒരു അവസ്ഥയിലേക്ക് സർക്കാർ സർക്കാർ കുറേ കളിച്ചു, കുറേ ബുദ്ധിമുട്ടി. അവസാനം TP സെൻകുമാറിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. അദ്ദേഹത്തെ ആ പോസ്റ്റിൽ അത് ഇരുത്താതിരിക്കാൻ പഠിച്ച 18 നോക്കി. പക്ഷേ സെൻകുമാർ അതിൽ നിയമയുദ്ധത്തിലൂടെ ഇപ്പോൾ
അദ്ദേഹം ആദ്യം ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി ഈ ചുമതല ഏറ്റെടുക്കുന്നതിനുള്ള വിമുഖത ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പറ്റത്തില്ലെന്നും പറഞ്ഞ് ഡോക്ടർ ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് എഴുതി. ചീഫ് സെക്രട്ടറി അത് പറ്റത്തില്ല എന്ന് ചീഫ് സെക്രട്ടറി നിലപാടെടുത്തു. തുടർന്ന് അദ്ദേഹം സെൻട്രൽ CAT-യെ സമീപിച്ചു, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അവരത് സ്റ്റേ ചെയ്തു. ഇനി അവനെ സ്റ്റേ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് 24-ാം തീയതി വരെയാണ്. അതായത് ഇദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഈ പോസ്റ്റിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിനെ സ്റ്റേ ചെയ്തു. ഇപ്പൊ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇപ്പൊ സർക്കാരിന് ഇപ്പം അദ്ദേഹത്തെ ഒരു വകുപ്പ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള അധികാരത്തെ നമുക്ക് ചോദ്യം ചെയ്യാനേ പറ്റത്തില്ല. ഇവിടെ ഈ പ്രശ്നം സർക്കാർ ഈ ചെയ്തതാണ് വിഷയമായി മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷി വകുപ്പ് സെക്രട്ടറി സർക്കാർ ഇതിൽ നിന്ന് എങ്ങനെ ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പൊതുവേ ഈ ഉദ്യോഗസ്ഥന്മാർ പലരും ഒടുവിലെടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് എതിർപ്പൊക്കെ കാണിച്ചാലും എതിർപ്പൊക്കെ ഒത്തിരി ചൂണ്ടിക്കാണിച്ചാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാലും അവർ ചെയ്യുന്ന അവസാന സർക്കാരിനങ്ങ് വിധേയരാവുക എന്നുള്ള ഒരു രീതിയാണ്. കാരണം അത് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും പല വിധത്തിലാണല്ലോ. ഈ രാജനാരായണ സ്വാമി ഒരു കൃത്യമായ ഉദാഹരണമാണ്. അതുപോലെ ഇപ്പോൾ നമ്മളുടെ പ്രശാന്ത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ വളരെ പ്രഗത്ഭന്മാരും മിടുക്കന്മാരും പേര് കേട്ടവരാണ്. മിടുക്ക് കൂടിപ്പോയത് നമുക്ക് സംശയം തോന്നാറുണ്ട്, ഇവരെ പറ്റിയൊക്കെ തോന്നാറുണ്ട്. അപ്പം അത്തരക്കാരായ ആൾക്കാരിൽ പെടുന്ന ആളുകളാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മിടുക്ക് കൂടുക എന്നുള്ള ഒരു ഘടകം ഇല്ലല്ലോ, അതങ്ങ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത്തരക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റുന്നുണ്ട്. പലപ്പോഴും ഇവര് സർക്കാരിനോട് ഒരു പരിധിയിൽ വെച്ച് എതിർപ്പങ്ങ് അവസാനിപ്പിക്കുന്നതാണ് കണ്ടുവരുന്നത്. പക്ഷേ ചിലരങ്ങനെയല്ല. ഇപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ആൾ കൊടുത്ത മെമ്മോയ്ക്ക് മറുപടി നൽകാതെ മറുചോദ്യം ചോദിച്ചിരിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. മറുചോദ്യം ചോദിച്ചിട്ട് അത് നിലനിൽക്കുകയാണ്. അത് അവസാനിക്കാതെ ആ പ്രശ്നം നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല വാർത്തകൾ കേൾക്കുന്നു. അദ്ദേഹം ഫീൽഡ് സർവീസിലേക്ക് പോകുന്നു. പല വിധത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇനി രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നിവരെ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നു. ഞാൻ പറഞ്ഞത് അതെന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് ഈ മിടുക്കരായ ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ നയപരമായ അല്ലെങ്കിൽ കൃത്യമായ പാളിച്ചകൾ രണ്ട് കാര്യത്തിൽ സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. 100% ഉറപ്പാണ്. ഒന്ന്, ഈ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അനുമതി തേടാതിരുന്നത്. രണ്ടാമത്, ഇതിന് കേഡറിന്റെ പുറത്തുള്ള ഒരു തസ്തികയിലേക്ക് പോകുമ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ സമ്മതം ചോദിച്ചിരിക്കണമെന്നും അത് വാങ്ങിച്ചിരിക്കണമെന്നും സുപ്രീം കോടതി കൃത്യമായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ രണ്ട് ഘടകങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് സർക്കാർ ഒരു കുരുക്കിലാണിപ്പോൾ. പിന്നെ ഈ വകുപ്പ് സെക്രട്ടറി എന്ന് പറയുന്നവരെ മാറ്റുമ്പോൾ അത് നമ്മൾ ഇതിനിടയിൽ കൂടി കാണേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പോൾ കൃഷി വകുപ്പ് എന്ന് പറയുന്നത് CPIയുടെ കയ്യിലിരിക്കുന്ന ഒരു വകുപ്പാണ്. ഈ സാധാരണഗതിയിൽ ഒരു മന്ത്രിസഭയിലൊക്കെ ഈ മന്ത്രിമാർക്കൊക്കെ ഒരു റോളുണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു വിഷയമാണ്. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം എടുക്കുന്നതെങ്കിലും ഈ തങ്ങളുടെ സെക്രട്ടറിമാരെയൊക്കെ മാറ്റുമ്പോൾ ഒരു കൃത്യമായ ആലോചനയൊക്കെ മന്ത്രിമാരുമായിട്ടൊക്കെ നടത്തിയിരിക്കണമെന്നുണ്ട്. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചിരിക്കണമെന്നുണ്ട്. ചിലര് തങ്ങൾക്ക് ഇന്നാരെ വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന വാർത്തയായിട്ടൊക്കെ വരാറുണ്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെ ഒന്ന് ഈ മന്ത്രിയുടെ സമ്മതം തന്നെ ചോദിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പൊതുവെ ഈ LDF സർക്കാരില് പിണറായി എന്ത് വിചാരിക്കുന്നോ അതേ നടക്കുള്ളൂ. പ്രത്യേകിച്ച് ആരോടും ഒരു മന്ത്രിയോടും അദ്ദേഹം ഒരു കാര്യവും ചോദിക്കാറില്ല. അത് പല കാര്യങ്ങളിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയോട് CPI മന്ത്രിമാരോട് പൊതുവെ അവര് വകുപ്പുകളും അത്ര പ്രധാനമല്ല. പ്രമേയ വകുപ്പുണ്ട്, അത് പിന്നെ കാലാകാലങ്ങളായിട്ട് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് മറ്റ് വകുപ്പുകളൊക്കെ വലിയ വിഷമങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രധാന വകുപ്പാണല്ലോ പൊതുവിതരണ വകുപ്പ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം കുത്തഴിയാമോ അല്ലെങ്കിൽ എത്രത്തോളം മോശമാകാമോ ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ ഒരു സംവിധാനം പ്രഖ്യാതരായ CPI മന്ത്രിമാർ തന്നെ നടത്തിയിരുന്ന കാര്യം അത് അവസാനം വരുമ്പോൾ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതിപ്പം അങ്ങനെ മന്ത്രി പോലും പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയവുമുണ്ട്. എല്ലാ അർത്ഥത്തിലും ഈ കാര്യം എന്ന് പറയുന്നത് സർക്കാർ പുലിവാല് പിടിച്ച മട്ടിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൃത്യമായ ഒരു പുലിവാല് പിടിച്ചാണ് ഊരാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ചീഫ് സെക്രട്ടറിയും മന്ത്രിമാരും അടക്കമുള്ളത്. ഇതൊരു മറ്റൊരു സെൻകുമാർ സംഭവം ആവർത്തിച്ചേക്കുമോ എന്ന ഭയത്തിലാണ്. എന്താണ് സംഭവിക്കുന്നത്? പഴയപ്രജ്ഞനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ അശോക് എന്നിരിക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാം. അപ്പോഴും ഒരു കാര്യം പറയുന്നു, സർക്കാരിന് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു അപ്രധാന വകുപ്പുകളിലേക്ക് മാറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും അപ്രധാനമെന്ന് തോന്നുന്ന എല്ലാ വകുപ്പുകളും തോന്നുന്നതിലേക്ക് മാറ്റിക്കൊണ്ട് തലയൂരാനാണ്. അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞതുപോലെ നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ B അശോകിനെ ഏത് അപ്രധാന വകുപ്പിലേക്ക് മാറ്റിയാലും അദ്ദേഹം അവിടെ ഒരു താരമായി മാറും. അത് തീർച്ചയാണ്. കാരണം അത്രയ്ക്ക് കഴിവുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. മിടുക്കനാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ പരാതികൾ എന്താണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. വെറും ഒരു പുസ്തകപ്പുഴുവല്ല അദ്ദേഹം. വെറും ഒരു ഒരു പദവിയിൽ അങ്ങനെ വിരാജിച്ച് ആനന്ദിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട്
ജനഹൃദയം എന്താണെന്ന് ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി, ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ജനാഭിലാഷം അനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനോട് മറ്റൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിനോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം. അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ചില സിനിമാ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, ദേഹത്ത് മണ്ണ് പറ്റും എന്ന് പറയുന്ന പോലെ സർക്കാരിന് അത് വലിയ നാണക്കേടാകും അവസാനം. സെൻകുമാർ സാറിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. ഇനിയും മറ്റൊരു നാണക്കേട് അശോക് സാറിൻ്റെ കാര്യത്തിൽ വരാതിരിക്കട്ടെ. സർക്കാർ എന്തായാലും അദ്ദേഹത്തെ നല്ല ഏതെങ്കിലും പോസ്റ്റിൽ ഇരുത്തി, അതുകൊണ്ട് ജനങ്ങൾക്കും സർക്കാരിനും, അദ്ദേഹം ഒരിക്കലും സർക്കാരുമായിട്ട് ഗുസ്തി പിടിക്കുന്ന ആളല്ല. അദ്ദേഹം വളരെ നല്ല ഉദ്യോഗസ്ഥനാണ്, മാന്യനാണ്. എല്ലാവരോടും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ട്. വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ്, നല്ല മിടുക്കനാണ്, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ല അറിവുള്ള ഒരാളാണ്, പഠിച്ച് പെരുമാറുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഏതെങ്കിലും നല്ല പോസ്റ്റ് കൊടുത്ത് അത് സർക്കാരിനും ജനങ്ങൾക്കും ഒരുപോലെ നന്മ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് സർക്കാർ മുൻകൈ എടുക്കണം, മുഖ്യമന്ത്രി അതിന് തയ്യാറാകണം, തീരുമാനം എടുക്കുന്നതാണ് അല്ലയോ മുഖ്യമന്ത്രി അങ്ങേക്ക് നല്ലത്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.